നമസ്കാരം ശ്രീ ആരിഫ് ഹുസൈൻ. നമസ്കാരം. നമസ്കാരം. ഈ സന്ദീപ് വാര്യരുടെ പാണക്കാട് തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിലെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടു. ഇന്നലെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ ഒരു പ്രതികരണം വന്നു. അപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഒരു വോട്ട് ബാങ്ക് പ്രീണന നയത്തോട് ചേർന്നു. അല്ലെങ്കിൽ ആ ഒരു അടിമത്തം എന്നാണല്ലോ പറയുന്നത്. കോൺഗ്രസ് പാർട്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാണക്കാട്ട് പോയി അവരുമായി ചർച്ച ചെയ്തിട്ടാണ് എന്നുള്ളത്. അപ്പോൾ സന്ദീപ് വാര്യരും അതിനോട് ചേർന്നു. അവിടെ കിട്ടിയ കസേരയേക്കാൾ വലുതായി മറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മറ്റു സമുദായക്കാർക്കൊന്നും ഒരു പ്രാധാന്യവുമില്ലേ, എന്തുകൊണ്ട് പാണക്കാട് പോയി അനുഗ്രഹം വാങ്ങിയിട്ട് കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നു എന്നുള്ളൊരു ആരോപണം. മാത്രമല്ല, പാണക്കാട് കുടുംബത്തിന്റെ തൊഴുത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ വി.ഡി. സതീശൻ കെട്ടിയിടുന്നു എന്നൊരു ആരോപണമൊക്കെ മുന്നോട്ട് വെച്ചു. ഒരുപക്ഷെ ഇതിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഈ മുസ്ലിം പ്രീണന നയത്തിന്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ പറഞ്ഞത് സാദിഖ് അലി തങ്ങൾ പഴയ തങ്ങളെ പോലെയല്ല, ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനെ പോലെ പെരുമാറുന്നു എന്നുള്ളത് പിണറായി വിജയൻ ഒരു സംഘി ചാപ്പയും അതോടെ കുത്തപ്പെട്ടു. അപ്പോ എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ LDF-ലേക്ക് ലീഗിന്റെ ഒരു പ്രവേശനം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. അത് നടക്കാത്തതിലുള്ള ഒരു കൊതിക്കുറവ് പിണറായി വിജയനുണ്ടോ? മാത്രമല്ല, ഈ പാണക്കാട് കുടുംബത്തിന് നൽകുന്ന പ്രാധാന്യം കോൺഗ്രസ് അവസാനിപ്പിക്കാത്തത് എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ വോട്ട് ബാങ്ക് പ്രീണന നയമാണെന്ന് അറിയാം, എങ്കിലും താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഈ കൊതിക്കറിവ് എന്നുള്ള വാക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം സമുദായത്തെ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ആ നില ഭദ്രമാക്കുക എന്നുള്ളത് അത് ഇന്നോ നില തുടങ്ങിയതല്ല. അത് ഇന്ത്യയിൽ മാത്രം നിൽക്കുന്നതല്ല, കേരളത്തിൽ മാത്രം നിൽക്കുന്നതല്ല, അത് ആഗോളതലത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്തൊക്കെ നടന്നിട്ടുള്ള യൂറോപ്പിലേക്ക് എലക്ഷൻസ് അതൊക്കെ നമ്മൾ വീക്ഷിച്ച് കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഈ ലേബർ പാർട്ടി, അവിടുത്തെ ഇടതുപക്ഷം അവിടെ വോട്ടിനിറങ്ങുന്ന സമയത്ത് അവിടെയും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. മുസ്ലിം വിഭാഗങ്ങളെ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ, അവരുടെ നാരറ്റീവ്സ്. ഇപ്പോൾ യു കെയിലൊക്കെ അവിടുത്തെ ഇലക്ഷൻ വന്ന സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ഐറ്റം എന്ന് പറയുന്നത് തന്നെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, ഇസ്രായേലിനെ ഇല്ലാതെയാക്കുക, ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതായത് മുസ്ലിം വിഭാഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് എത്ര തന്നെ യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളായാലും ശരി, എത്ര തന്നെ അവാസ്തവമായ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായാലും ശരി, എത്ര തന്നെ പിന്തിരിപ്പനായാലും ശരി, അതിനെ പിന്തുണച്ചുകൊണ്ട്, അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, അവരുടെ വോട്ട് ഉറപ്പിച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ ഇറങ്ങിത്തിരിക്കുക, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നില ഭദ്രമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു ആഗോള പ്രതിഭാസമാണ്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് ഒരു കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുന്നു, അതൊരു കൊതിക്കറവാണോ എന്ന് നമ്മൾ ചോദിക്കുന്നു. സത്യത്തിൽ ആ ഒരു വിഷയം നോക്കുമ്പോഴാണ് നമുക്ക് സന്ദീപിനോടൊരു നന്ദി പറയേണ്ടി വരിക. ഞാനതാണ് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കോൺഗ്രസിനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്, CPM-നും വലിയ തോതിൽ അടിയുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, എന്നാൽ സന്ദീപ് ഇങ്ങനെ BJP-യിൽ നിന്നും പോയത് BJP-ക്ക് വലിയ ഗുണമുണ്ടാകുന്ന കാര്യമാണ്. ഏത് നിലയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സന്ദീപ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് ഞാനിപ്പോൾ സ്നേഹത്തിൻ്റെ കടയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ, സത്യത്തിൽ ഈ സ്നേഹത്തിൻ്റെ കടയിൽ പോയിട്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തെന്ന് കാണുമ്പോൾ, ഈ തരത്തിലുള്ള ഇങ്ങനെയുള്ള മതമേലധ്യക്ഷന്മാരുടെ തിണ്ണ നിരങ്ങുക എന്നൊക്കെ അവർ തന്നെ പണ്ട് പറയാറുള്ള കാര്യങ്ങൾ, അത് സന്ദീപും ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ BJP-കാരായിട്ടുള്ള ആളുകൾ ആരോപിക്കുന്ന കാര്യങ്ങൾ ശരിയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇത് BJP എന്ന് നമ്മൾ മാറ്റിയിട്ട് അവിടെ ഒരു വലതുപക്ഷം എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആഗോളതലത്തിൽ എല്ലാ വലതുപക്ഷം പറയുന്ന കാര്യമാണിത്. ഇങ്ങനെ നിങ്ങൾ ഇലക്ഷൻ്റെ ടൈം ആവുമ്പോൾ ഇങ്ങനെ മതമെന്നും പറഞ്ഞാൽ പോരാ, മുസ്ലിങ്ങളുടെ തിണ്ണകൾ നിരങ്ങുന്നു എന്നുള്ളത് ഒരു ആഗോള പ്രതിഭാസമാണെന്ന് പറയുമ്പോൾ അതൊരു ആഗോള പരാതിയുമാണ്. അപ്പോൾ ആ ഒരു വിഷയം അത് ഇവിടെ നടക്കുന്നു. അതിനിപ്പോൾ BJP-യിൽ ഉണ്ടായിരുന്ന ഒരാൾ BJP വിട്ട് കോൺഗ്രസ്സിൽ പോയാലും നടക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് എന്ന് വരുമ്പോൾ, അത് BJP-ക്കാർ പറയുന്നത് വെറുപ്പിൻ്റെ ആ കടയിൽ നിന്നുകൊണ്ട് അവരുടെ വാദങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി രാഷ്ട്രീയപരമായിട്ടുള്ള നറേറ്റീവ്സ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണെങ്കിൽ പോലും അതും ശരിയാണ്, ഇതൊക്കെ പറയുന്നതിൽ അല്പം കാര്യമുണ്ടല്ലേ എന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാൻ ഒരു അവസരമാണ് സത്യത്തിൽ ഇവിടെ ഉണ്ടായിരിക്കണം. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൂടുതൽ ഇവിടെ ശക്തിപ്പെടും. അതാണ് ഇതിൻ്റെ പ്രശ്നം. 1. 2, ഇത് കോൺഗ്രസ്സിലും ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നടക്കുന്ന കാര്യങ്ങൾ അത് കൂടുതൽ വെളിച്ചത്ത് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് നടക്കുന്നതെന്നുള്ളത്. കാരണം മറ്റേതിപ്പോൾ BJP-കാരൻ അങ്ങനെ പറയുമ്പോൾ ഉടനെ എന്താ പറയുക, അത് അവരുടെ നറേറ്റീവാണ്, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാനാണ് സാധിക്കുക.
ഇത് അവരുണ്ടാക്കി പറയുന്നതാണ്, അങ്ങനെയൊന്നുമില്ല, അത് ബി ജെ പിക്കാരുടെ ഈ മുസ്ലിം വിരുദ്ധത കൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഒരു 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 വൈര്യം കൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് എന്തും ഓപ്പോസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് പറയുന്നതാണെന്നൊക്കെ പറയുന്ന സംഗതി ഇതിപ്പോൾ സന്ദീപ് നേരെ പോയി ചെയ്ത് കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ തെളിവുകളാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് വേണ്ടത്. ഒന്നത്. ഇനി രണ്ടാമത്തേത്, ഈ ഒരു വിഷയം, ഈ മുസ്ലിങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, തങ്ങന്മാരായാലും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്, ഇത് ഇന്നൊന്നില്ല തുടങ്ങിയതല്ല എന്ന് പറയുമ്പോൾ, കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിൽ ഒരു ഇടത് എന്നുള്ള പഴയ കാലം മുതൽ തന്നെ പേരെടുക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പല സ്വഭാവങ്ങളും പല രീതികളും കമ്മ്യൂണിസം ആയിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ഇടത് എന്നുള്ള ഒരു വലിയൊരു കാറ്റഗറൈസേഷനിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടത് എന്നുള്ള നിലയ്ക്ക് ചെയ്തു കൂട്ടിയിട്ടുള്ള ഇസ്ലാമോ ലെഫ്റ്റിൽ വരെ ഭാഗമായിട്ടുള്ള ആ രീതികൾ ഇന്ത്യയിൽ ആദ്യം തന്നെ പയറ്റി അത് ഇതുപോലെ വലിയ തോതിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതിലേക്ക് വഴിവെച്ചത് നെഹ്റു ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വലിയ ഒരു സെക്യുലറൈസേഷൻ്റെ ഒരു പാതയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് പോലും കുഴിച്ചു മൂടിയിട്ട് ഈ മുസ്ലിം പ്രീണനം പച്ചയ്ക്ക് പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്ന ചരിത്രം അത് തുടങ്ങി വെച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ കോൺഗ്രസ് തന്നെയാണ്. ഷാബാനു കേസ് മുതൽ നമ്മൾ ഇങ്ങോട്ടൊന്നെടുത്ത് നോക്കിയാൽ മതി. ഏത് വിഷയം എടുത്താൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് വഖഫ് നിയമം പോലും അത് ഇത്രയും ഭേദഗതികൾ നടത്തി ഇതുപോലെ വലിയ കുഴപ്പത്തിലേക്ക് ആ മുനമ്പത്തെ ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നതിലേക്ക് പോലും വഴിവെച്ചതിനുള്ള അമെൻമെൻറ്റ്സ് നടത്തിയത് ആരാണ്? അവർക്ക് ഈ അമിത അധികാരങ്ങൾ കിട്ടുന്നതെല്ലാം വഴിവെച്ചത് ഈ കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു കൊതിക്കറവ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊതിക്കറവ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇവർ ഇപ്പോൾ നമ്മൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള നിലയ്ക്കാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവർക്കത് ചെയ്തിട്ടില്ലല്ലോ, ഇവർക്കിപ്പോൾ കേരളത്തിൽ അത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് അതിനെ വിമർശിക്കാമെന്നുള്ളതാണ്. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഘിയായി മാറുമെന്നുള്ളതാണ് അതിൻ്റെ കുഴപ്പം. അപ്പോൾ ഇടതുപക്ഷവും സംഘികളും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഇത് രണ്ടും ഒന്നാകും എന്ന് പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ഈ ബാബരി തകർത്തതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടൊരു സൈക്കോളജിക്കൽ മൂക്ക് പിണറായി നടത്തുകയുണ്ടായി. പക്ഷെ അതും അങ്ങോട്ട് വിലപ്പോയില്ല എന്നുള്ളതാണോ? ബാബരി പൊളിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് പറഞ്ഞാൽ അത് വില പോകില്ല എന്നുള്ളതാണ്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മനുഷ്യന് ഒരു പൊതു സ്വഭാവമുണ്ട്, മറന്ന് കാര്യങ്ങൾ അവിടെ തീരുമാനമായ കാര്യങ്ങൾ അതവിടെ ഇട്ടിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു രീതി. ഇപ്പോൾ നമ്മൾ സ്വന്തം അച്ഛനും അമ്മ മരിച്ചാൽ പോലും നമ്മളിപ്പോൾ ആദ്യത്തെ ദിവസം കരഞ്ഞു, ഒരു 10 ദിവസം കരഞ്ഞു, 100ാമത്തെ ദിവസം നമ്മൾ കരയുന്നില്ലല്ലോ, പിന്നെ അവിടെ നിന്ന് നമ്മൾ ജീവിക്കുകയല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ നമ്മൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ മരിച്ചാൽ പോലും ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളാവുമ്പോഴും ആ വിഷയങ്ങൾ നിലനിർത്തി കത്തിക്കാൻ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്നുണ്ടെങ്കിൽ അത് കത്തിച്ച് നിർത്തൽ വലിയ പാടാണ്. അതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി അതാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കോടതി വിധിയിലൂടെ അത് പരിഹരിച്ച് അയോധ്യ ക്ഷേത്രം അവിടെ പണിത് അതിൽ മുന്നോട്ട് പോയി, അതിനകത്ത് ഒരുപാട് മുസ്ലിം മത നേതാക്കൾ, റിസ്വിയെ പോലെയൊക്കെയുള്ള ആളുകൾ പങ്കെടുത്ത് ഷിയാക്കളുടെ പൂർണ്ണ പിന്തുണ നേടി, അങ്ങനെയൊക്കെയുള്ള നിലയിൽ അത് മുന്നോട്ട് പോയ ഒരു വിഷയത്തെ വീണ്ടും വീണ്ടും കുത്തി നോക്കിയിട്ട് എന്ത് ചെയ്യാനാണ്? പ്രത്യേകിച്ച് അത് പറഞ്ഞാൽ അതിൽ തൊടില്ല കമ്മ്യൂണിസ്റ്റ് ഈ നമ്മളുടെ കോൺഗ്രസ്സുകാർ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബാബരി മസ്ജിദിനെ പൊളിച്ചതിനെ വലിയ തോതിൽ അപലപിച്ച ആളുകളാണ് മുസ്ലിം ലീഗിൻ്റെ ആളുകളും കോൺഗ്രസും ഒക്കെ. പക്ഷേ ഇതേ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ അവിടെ തുർക്കിയിൽ അവിടെ ഹയാ സോഫിയ ആ ക്രിസ്ത്യൻ പള്ളി ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റുന്ന സമയത്ത് അത് മ്യൂസിയമായിട്ട് അവർ നിലനിർത്തിയിരുന്ന സാധനമായിരുന്നു. അത് തിരിച്ച് മുസ്ലിം പള്ളിയാക്കുമ്പോൾ അതിനെ പ്രകീർത്തിച്ച് എന്താണ് ഹാഗിയ സോഫിയയിലെ ആദ്യത്തെ ജുമാ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രികയിൽ എഴുതിയ ആളുകളാണ് ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ആളുകൾ. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പ് വ്യക്തമാണ്. അപ്പോൾ അത് പറയിപ്പിക്കുക എന്നുള്ളതും കൂടി ആകണം ചിലപ്പോൾ പിണറായി വിജയൻ്റെ ഒരു ലക്ഷ്യം, ഒരു കുടില തന്ത്രം. അതിൽ മനഃപൂർവ്വം തൊടാത്തതാവുള്ളൂ. കാരണം ഇത് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ചില വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, ഇതേ സാധനം എടുത്ത് ചോദിച്ചിട്ടുമുണ്ട്. അത് അന്ന് അവർ വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു വിഷയമാണത്. അപ്പോൾ അതുകൊണ്ടാവണം അവരത് മിണ്ടാത്തത്. ഇരട്ടത്താപ്പ് പുറത്ത് ചാടും, അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ലീഗും ഇടതുപക്ഷവും യോജിക്കുക എന്ന് പറയുന്നത് അത് കേരളത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ പറയുള്ളൂ. അതേസമയം മറ്റ് രണ്ട് സാധ്യതകളുണ്ട്. ലീഗ് എന്ന് പറയുന്ന, അതായത് മുസ്ലിം വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് അവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും മത്സരത്തിലാണ്. അപ്പോൾ ആരൊക്കെയാണത്? അതായത് ഇപ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റിലും അല്ലെങ്കിൽ ഫുട്ബോളിലൊക്കെ താരങ്ങളെ ലേലം ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മുസ്ലിം ജനവിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരെ കൂടെ നിർത്തുക എന്നുള്ളത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ അതിൽ 3 മത്സരാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. BJP-കാരുണ്ട്, അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്.
ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നുള്ളതാണ്. വിജയസാധ്യത ഞാൻ കാണുന്നത് കൂടുതലും അത് കോൺഗ്രസ്സിന് തന്നെയാണ്. അത് അവർക്കാണ് അത് കൂടെ നിർത്താൻ സാധിക്കുള്ളൂ. ബി ജെ പിയുടെ കൂടെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വിജയിക്കാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ടെങ്കിലും അത് കൂടുതലും അത് വിജയിക്കാതിരിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് മതപരമായിട്ടുള്ളൊരു റീസൺ കൂടിയുണ്ട് അങ്ങനെ പോകുന്നതിന്. കാരണം ഇപ്പോൾ നമ്മളൊക്കെ കുടുംബത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെകുത്താൻ്റെ കൂടെ പോയി എന്നുള്ള രീതിയിലാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസപരമായിട്ടുള്ളൊരു സാധനം പോലും അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്തിട്ടാണ് കുറേ മുസ്ലിങ്ങൾ മാപ്പിള സഖാക്കളായിട്ട് ജീവിക്കുന്നത് പോലും. എന്ന് വെച്ചാൽ അവർ മതത്തിൽ നിന്ന് അകന്നു എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ മതനിസ്കാരമൊക്കെ ഒന്ന് കുറഞ്ഞ ആദ്യം ഒക്കെ ചോദിക്കുന്നത്, അപ്പോൾ നീ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ എന്നാണ് ആദ്യം ചോദിച്ചിരുന്നത്. ഇപ്പോൾ എക്സ് മുസ്ലിം അല്ലേ എന്ന് ചോദിക്കുക, അത് വേറെ വിഷയം. ഇപ്പോൾ അങ്ങനെ മാറി. അപ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് വ്യാപകമായിട്ട് ചേരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, നടക്കാൻ സാധ്യത ഉണ്ടെങ്കിലും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ സാധ്യത ബി ജെ പി ആയിട്ട് ചേരാനാണ്. പക്ഷേ അതും ഇവിടെ നടക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ പറയുന്നത്, ലീഗ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സിംഗിൾ കക്ഷിയായിട്ട് ശക്തി പ്രാപിക്കാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. അതാണ് നമ്മൾ കാണുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് കേരളം മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു പാർട്ടിയായിട്ട്, ബാർഗൈനിങ് പവറോട് കൂടിയുള്ള ഒരു പാർട്ടിയായിട്ട് മാറാനുള്ള സാഹചര്യം അതിവിടെ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ബലമേകുന്ന രീതിയിൽ ഇവിടുത്തെ തീവ്രവാദ സംഘടനകളും അവരിൽ പെട്ടിട്ടുള്ള ജനാധിപത്യത്തെ പുൽകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംഘടനകൾ, വെൽഫെയർ പാർട്ടി പോലുള്ളതും ഇതെല്ലാം ചേരുമ്പോൾ ഇതൊരു വലിയ, പെട്ടെന്ന് തന്നെ മുസ്ലിങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള ആ പേര് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യമാണ് ഇവിടെ വന്നു ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയാണ് എങ്കിലും ഭാവിയിൽ കോൺഗ്രസുമായിട്ട് എപ്പോൾ വേണമെങ്കിലും വിടാം എന്നുള്ള രീതിയിലുള്ളൊരു ബന്ധമായിട്ടത് മാറും. അങ്ങനെ നിലനിൽക്കുക. അപ്പോഴും അവരുടെ അഫിനിറ്റി കൂടുതൽ കോൺഗ്രസുമായിട്ടായിട്ടും ആയിരിക്കും അത് നിലനിൽക്കുക. അങ്ങനെ ആവാനാണ് സാധ്യത ഭാവിയിൽ കൂടുതൽ. യെസ്. ഒപ്പം തന്നെ ഈ പിണറായി വിജയന്റെ സംഖ്യപ്പട്ടത്തെ കൂടി ചോദിക്കേണ്ടതുണ്ട്. കാരണം ഈ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എസ് ഡി പി ആയാലും ഉത്തരം മുട്ടുമ്പോൾ നീ സംഖ്യയാണ് എന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നവനോട് പറയുക, അല്ലെ? അപ്പൊ ഈ സംഘി എന്നൊരു പദം തീർച്ചയായിട്ടും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല, ഈ ചില സത്യങ്ങൾ പറയുന്നവരല്ലെങ്കിൽ ഇതുപോലെയാണ് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് കൂടി ആ ഒരു സംഘി സ്റ്റാമ്പിങ് അടിച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് പൊതുവെ. പിണറായി വിജയനും അത് കിട്ടിയ ആ ഒരു സാഹചര്യം. ഈ സംഘിപ്പട്ടം കിട്ടുന്നത് അതൊരു വലിയൊരു, അതിൻ്റെ പിന്നിലൊരു വലിയ ശാസ്ത്രമുണ്ട് എന്ന് പറയുന്ന ആളാണ് നമ്മളൊക്കെ. ഓക്കെ, അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സംഘിപ്പട്ടം കിട്ടുന്നത് ആർക്കെന്നുള്ളതല്ല അവിടുത്തെ വിഷയം. എന്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് സംഘിപ്പട്ടം കിട്ടിയത് എന്നതുമല്ല അവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് ആരാണ് സംഘിപ്പട്ടം തന്നത് എന്നുള്ളതാണ് വിഷയം. കോൺഗ്രസ്സുകാരെ നിങ്ങളെ സംഖ്യയാക്കിയാൽ ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതേസമയം ഇവിടെ രണ്ട് കൂട്ടം ആളുകൾ നിങ്ങളെ സംഖ്യയാക്കിയാൽ വലിയ പ്രശ്നമാണ്. വലിയതായിട്ട് നിങ്ങളെ അത് ബാധിക്കും. അതായത് നിങ്ങളെ ഒരു പൊതുവേദിയിലോ അല്ലെങ്കിൽ ഒരു പൊതു മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരാൾ സംഖ്യ എന്ന് വിളിച്ചാൽ അത് ആര് വിളിച്ചു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഡാമേജ് ഉണ്ടാവുള്ളൂ. ഒരു കോൺഗ്രസ്സുകാരൻ വിളിച്ചാൽ അത് അവനെന്തോ തോന്നിയപ്പോൾ ചുമ്മാ വിളിച്ചതായിരിക്കുള്ളൂ എന്ന രീതിയിലേ പോവുള്ളൂ. അതേസമയം നിങ്ങളെ ഒരു സംഖ്യയാക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുക. ഓക്കെ, അതായത് ഇടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യസ്നേഹം മുറ്റി നിൽക്കുന്ന, അതിൻ്റെ അത്യുന്നതങ്ങളിൽ വിഹരിക്കുന്ന ഒരു പ്രത്യേക ജന്മങ്ങളാണല്ലോ. അവർ പറഞ്ഞാൽ അതിലെന്തോ കാര്യമുണ്ട്. ഇതാണ് അവിടെ വരുന്ന ഒരു മോറൽ ഹൈ. ഈ മോറൽ ഹൈ വിറ്റിട്ടാണ് ഇവിടെയുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ സമൂഹത്തിൽ ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ അവർക്കൊരു ധാർമ്മികമായ ഒരു ഉന്നതി അവർക്കുണ്ട് എല്ലാ വിഷയങ്ങളിലും. അവരാണ് മനുഷ്യസ്നേഹത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണങ്ങൾ എന്നുള്ള ഒരു സ്വഭാവം അവിടെ വെച്ചിട്ട് അവർ ആ സാധനത്തെ ദുരുപയോഗം ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സംഖ്യച്ചാപ്പ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാധനം, ഒരു മോറൽ ഹൈ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കില്ല. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അവർ കുറേയും കൂടിയും ഡെമോക്രാറ്റിക്കാണ് അത്തരം വിഷയങ്ങളിലൊക്കെ. അതിൻ്റെ ക്രെഡിറ്റ് പോകാൻ നെഹ്റുവിലേക്കാണ് അങ്ങനെ ഒരു രീതിയിൽ അവരെ ചിന്തിപ്പിക്കുന്നത്. ഇനി മുസ്ലിങ്ങളുടെ വിഭാഗത്തിലേക്ക് വന്നാൽ ഈ രണ്ടാമത്തെ കൂട്ടം ആളുകൾ സംഖ്യച്ചാപ്പ കൊടുത്താൽ ഏൽക്കുന്നത്, വാലിഡ് ആവുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ കൊടുക്കുമ്പോഴാണ്. കാരണം എന്താണ്? കമ്മ്യൂണിസ്റ്റുകാർ മോറൽ ഹൈ വെച്ചിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ കൊടുക്കുന്ന എന്തിൻ്റെ പേരില്ല? അത് ഇരവാദത്തിൻ്റെ പേരിലാണ്. ഞങ്ങളിവിടെ പീഡിതരാണ്, ഞങ്ങളെ എന്നും ഇങ്ങനെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന മണ്ണിൽ വീണ് കിടന്നിട്ട് കൈ പൊക്കിയിട്ട് നീ സംഖ്യയാടാ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക എഫക്റ്റാണ്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ സാധനം ഇന്നിപ്പോൾ തിരിഞ്ഞു കൊത്തുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഇവിടെ സമയം. ഇത് പിണറായി വിജയനെ ഇവിടെ സംഖ്യയാക്കുന്നത് ആരാണ്? ഈ വീണ് കിടക്കുന്ന ഈ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളാണ്. അപ്പോൾ
സംഘി ചാപ്പ കൊടുത്തിരുന്ന രണ്ടാളുകൾ തിരിഞ്ഞു നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘി ആക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിന് വലിയ കഥയൊന്നുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇതുകൊണ്ട് നമുക്കുള്ള ഗുണം, പേഴ്സണൽ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊക്കെ കിട്ടിയിരുന്ന സംഘിച്ചാപ്പ ഇതായിരുന്നു എന്നിപ്പോൾ പറയാതെ തന്നെ നാട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് നമ്മളിത് ഇത് മനസ്സിലാക്കി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇത് കാര്യമാക്കാതെ ഞാൻ സംഖ്യയാടാ ബാക്കി പറയടാ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നിന്നത് നന്നായി എന്നും അതായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് ബാക്കിയുള്ള ആളുകൾക്ക് തോന്നാനും ഇതിപ്പോൾ ഒരു വഴിയായി. അതാണിപ്പോൾ. അപ്പം ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇനി കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ സംഘിച്ചാപ്പ ഏറ്റുവാങ്ങുന്നവരായി മാറിയാൽ നമ്മളുടെയൊക്കെ നില ഭദ്രമാവും, സംഘികളിവിടെ പന പോലെ വളരും എന്നും കൂടിയാണ് നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.